സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചാരണം നടത്തിയതിനെ തുടർന്ന് ദീപക് എന്നൊരു യുവാവ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണക്കാരിയായ ഷംജിദ മുസ്തഫ എന്ന് പറഞ്ഞ ആ പെണ്ണിനെതിരെ ആത്മഹത്യ പ്രേരണയ്ക്കാണെങ്കിൽ കേസ് എടുത്തിട്ടുണ്ട്. അതും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ന്യൂസിലൊക്കെ വന്നിരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് 1 കോടി രൂപ പിഴയും അതേപോലെ തന്നെ 10 വർഷത്തെ കഠിന തടവും ആ ഒരു പെണ്ണിന് കൊടുക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. അതിനുള്ള നീക്കങ്ങളൊക്കെ ആണെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പം നമുക്ക് ന്യൂസിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ പെണ്ണാണെങ്കിൽ കിട്ടേണ്ടതിരിക്കുന്നത് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ഈ ഒരു കേസിൽ കിട്ടണം. ഒരു കാര്യവും ചെയ്യാത്ത ഒരു പാവം മനുഷ്യനെയാണ് ഈ പെൺകുട്ടി കാരണം ആൾ ആത്മഹത്യ ചെയ്തത്. എന്തായാലും എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിനോടാണെങ്കിൽ ഇപ്പോഴാണ് എന്തെങ്കിലും ഒരു സംഭവമായിട്ട് തോന്നുന്നത്. കാരണം ബാക്കി എല്ലാ ന്യൂസുകളിലും ആണെങ്കിൽ പെണ്ണിൻ്റെ പേരോ ഒന്നും അധികമായിട്ട് പറയുന്നില്ല. ആ യുവതി എന്നൊക്കെ പറയുന്നുള്ളൂ. പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസ് ആണെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിലെ തംബ്നെയിലാണെങ്കിൽ ആ പെണ്ണിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതുപോലെ തന്നെ ഈ ഒരു വിഷയം പറഞ്ഞപ്പോഴാണെങ്കിൽ ഈ പെണ്ണിൻ്റെ പേരുകൂടെ ഉൾപ്പെടെ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. ബാക്കിയുള്ള ന്യൂസ് ചാനലുകളിലൊന്നും ഈ ഒരു ധൈര്യം കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല.